ഇന്റർവ്യൂവിൽ പറഞ്ഞു സാർ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി ഷാഡോ ആയിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ സ്പാ ചെയ്തപ്പോൾ ഏതെങ്കിലും സ്പാ സെന്ററുകൾ കൊച്ചിയിൽ വിസിറ്റ് ചെയ്തിരുന്ന? പിന്നെ ഞാൻ എത്രയോ സ്പാ സെന്ററുകളിൽ പോയി അവരോട് സംസാരിച്ചു, തെറാപ്പിസ്റ്റുകളോട് സംസാരിച്ചു, സ്പാ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, ജഡ്ജസിനോട് സംസാരിച്ചു, സ്പായിൽ പോയിട്ടുള്ള ആളുകൾ, സ്പായിൽ പോകാറുള്ള ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ അവിടെ അവിടെ സ്പാ സെൻറ്റേഴ്സിലെ ആൾക്കാരോട്, തെറാപ്പിസ്റ്റുകളോട്, പോകുന്നവരോട് ഒക്കെ സംസാരിച്ചു. സിനിമയിൽ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല, കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ഇതുപോലെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ആഡ് ഓൺസും കൂടെ, കുറച്ചൊരു ഇമാജിനേഷനും കുറച്ചൊരു ഫിക്ഷനും ഒക്കെ കൂടെ ആഡ് ചെയ്യും, ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ സ്പാ എന്ന് പറഞ്ഞ സിനിമ, എപ്പിഷ്യൻ സ്പാ സിനിമ ഒരു കള്ളക്കഥയാണ്. അതൊരു റിയലിസത്തിനേക്കാളപ്പുറം ഒരു കള്ളക്കഥയാണത്. ഫാൻസ് എപ്പോഴും കാത്തിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, എന്തൊരു അപ്ഡേറ്റ്? ആക്ഷൻ ഹീറോ ബിജു 2 ഞാൻ ഷൂട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം എന്താണ് ഭാഗ്യകരമായ ചില സംഭവങ്ങൾ, വളരെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ട് നിലച്ചു. പിന്നീട് അത് തുടരാൻ പറ്റിയിട്ടില്ല. അതിനി അതിൻ്റെ വിധി വരുന്ന പോലെ വരട്ടെ.